വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കാണിക്കുന്നത് പർപ്പിൾ ഹോൾ വീഡിയോ ആണ്. കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ഈ ഓഫർ വന്നപ്പോഴത്തേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. പക്ഷേ എനിക്ക് ഒരുപാട് ഓഫറൊന്നും കിട്ടിയിട്ടുമില്ല. ഞാൻ പിന്നെ കുറേ നാളായിട്ട് കാർട്ടിൽ ഇട്ടുന്നതുകൊണ്ട് വാങ്ങിച്ചതേ ഉള്ളൂ. ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത് അപ്പോൾ ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചിടാം കേട്ടോ, ഈ മിറർ ഇമേജ് മാറാനായിട്ട്. ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ആൾസിന്റെ ഹെന്ന ബേസ്ഡ് ബ്ലാക്ക് ഹെയർ കളർ മാസ്ക് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 90 രൂപയാണ് 50 ഗ്രാമിന്. ഇത് കാണുമ്പോൾ വിചാരിക്കും എനിക്ക് മുടി നരച്ചു തുടങ്ങി 30 ആയതുകൊണ്ട് എന്ന് വിചാരിക്കുമല്ലേ. നരച്ചു തുടങ്ങി, പക്ഷേ ഇതിന്റെ ആദ്യത്തെ നരയൊന്നുമില്ല. എനിക്ക് ചെറിയ പ്രായത്തിൽ നര ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു നര ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ആദ്യമായിട്ട് മീൻസ് 30കളിൽ എത്തിയോണ്ടുള്ള നര കണ്ടിട്ട് പ്രത്യേകിച്ച് ഷോക്കൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങിച്ചത് മമ്മിക്കാണ്. മമ്മി ഒന്ന് മേക്ക് ഓവർ എടുക്കണമെന്നൊരു ആഗ്രഹം. കിട്ടിയ പ്രൈസ് വന്നിട്ട് 77 ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എൻവൈബയുടെ പ്രോ സ്ട്രോക്ക് ക്രീമാണ്. റോസ് ഡയമണ്ട് എന്ന ഷെയ്ഡ്. 3-in-1 ഹൈലൈറ്റർ, മോയ്സ്ചറൈസർ, പ്രൈമർ ഒക്കെ ഉണ്ട്. ഇത് റിച്ച് റേഡിയൻ ലുക്ക് തരും. സൂപ്പർ മോയ്സ്ചറൈസിംഗ് ആണ്, സൂപ്പർ സ്മൂത്ത് ഫിനിഷ് ആണ്, ലൈറ്റ് വെയിറ്റ് ഓൺ സ്കിൻ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് വന്നിട്ട് 399 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് വന്നിട്ട് 265 ആണ്. അപ്പോൾ ഓഫേഴ്സ് ആവശ്യത്തിനുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് പ്രൊഡക്റ്റ്. കണ്ടോ കളറ്? ഓ നല്ല ഹൈലൈറ്റർ, ഭയങ്കര ഗ്ലോ. ഇത്രയും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഫേസിലിടാൻ, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ള എനിക്ക്. തുടച്ചു കളയട്ടെ. തുടച്ചു കളഞ്ഞിട്ട് അതിന്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇച്ചിരി പാച്ച് ആയതുപോലെ തോന്നുന്നുണ്ട്. ഞാൻ ഫേസിൽ യൂസ് ചെയ്തിട്ട് പിന്നെ പറയാം. ഒരു എക്സ്ട്രാ ഗ്ലോ ഉണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി തിളങ്ങുന്ന സാധനങ്ങൾ ഇങ്ങനെ കിടക്കത്തില്ല, അങ്ങനെ കിടക്കുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്തിട്ട് പിന്നെ പറയാം. ഒരുപാട് ഇങ്ങനെ തിളങ്ങുന്ന സാധനം കിടന്നാലുള്ള പ്രശ്നം അറിയാമോ? പ്രത്യേകിച്ച് മെച്ചുവർഡ് ആയിട്ടുള്ള സ്കിന്നിൽ പോർസും കാര്യങ്ങളും ഫൈൻ ലൈൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ എക്സജറേറ്റ് ചെയ്ത് കാണിക്കും. അല്ല നല്ല സ്മൂത്ത് സ്കിന്നൊക്കെ ആണെങ്കിൽ ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ആക്ച്വലി. നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. അതും എൻവൈബയുടെ ആണ്. 3-in-1 സെറം ഫൗണ്ടേഷൻ ആണ്. ഗീവ്സ് ഡെവി ഫിനിഷ്, സ്മൂത്ത് ആൻഡ് ടെക്സ്ചർ, ഈവൻ സ്കിൻ ടോൺ, നറിഷസ് സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 329 ആണ്. ഷെയ്ഡ് 09 വാം മിൽക്കോ. ഞാൻ എന്താ ഓർഡർ ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. ലൈറ്റ് ആവോ? വാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു യെല്ലോ ടെക്സ്ചർ, യെല്ലോ അണ്ടർടോൺ നമുക്ക് അത്ര വിസിബിൾ അല്ല കേട്ടോ. ഒരു കൂളിന്റെ ബന്ധുവിലൊക്കെ ഇരിക്കുന്നത്. എന്താ ഉദ്ദേശിച്ചത് എന്തോ. പ്രൈസ് വന്നിട്ട് എനിക്ക് കിട്ടിയത് 197 ആണ്. അപ്പം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ കുറ്റം പറഞ്ഞതായിരിക്കും. ഞാൻ ഫ്രീ പ്രോഡക്റ്റ് ഇട്ടാന്ന് വിചാരിച്ചു എനിക്ക് ഒത്തിരി ഓഫേഴ്സ് ഒന്നും കിട്ടിയില്ല. സോറി കേട്ടോ. അപ്പോൾ സോറി പർപ്പിൾ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഡ്രോപ്പറിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ വാം എന്ന് പറയുന്നെങ്കിൽ അത്രയും നമുക്കൊരു വാം. നല്ല കൊള്ളാലോ. എനിക്കിങ്ങനെ ഡ്രോപ്പറിൽ നിന്ന് വരുന്ന ഒരു ടെക്സ്ചർ കണ്ട് ഇഷ്ടമായി. ട്രൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ പിന്നെ നോക്കാം. പക്ഷെ ഇത് ഭയങ്കര വാം അല്ല. ഇതൊരു വാം എന്ന് കണ്ടിട്ട് നിങ്ങൾ വാം അണ്ടർടോൺ ഉള്ളവർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത്രയും വാം പ്രതീക്ഷിക്കണ്ട കേട്ടോ. വാം മിൽക്ക് അല്ലേ? 09 വാം മിൽക്ക്. ഇനി മിൽക്ക് ആയതുകൊണ്ട് എന്നാലും. നെക്സ്റ്റ് പ്രോഡക്റ്റ് റെന്നയുടെ ബ്ലൂം എന്ന് പറയുന്ന പെർഫ്യൂമാണ്. കുഞ്ഞു ബോട്ടില്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 199 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് നോക്കി പറയാം. ഇപ്പൊ പെട്ടെന്ന് മണക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു സ്മെല്ല്. അത് പറയാൻ പോലും അറിഞ്ഞൂടാ. കാര്യം അറിയാമോ, എനിക്ക് പെട്ടെന്ന് ഒരു ആൽക്കഹോൾ സ്മെല്ലാണ് ആദ്യം കിട്ടുന്നത്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എനിക്ക് അത് ആദ്യം കിട്ടും. പിന്നെയാണ് എനിക്ക് ബാക്കി വരുന്ന സ്മെല്ല് അറിയേണ്ടത്. അത് അറിയുന്നതിന് മുമ്പ് എൻ്റെ മൂക്കിന് വയ്യാണ്ടാവും. ഞാനത് മമ്മിയുടെ കയ്യിലടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ടെസ്റ്റർ മമ്മിയാണ് ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേനുള്ള. കാരണം എനിക്ക് സ്വയം അടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അടിച്ചു നോക്കിയിട്ട് ആദ്യം അടിച്ചപ്പോഴത്തേക്കും ഇച്ചിരി സ്ട്രോങ് ആയിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി. ഈ സെയിം സ്മെല്ലുള്ള ഒരു സാധനം എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഏകദേശം ഇതേ സ്മെൽ വരുന്ന ഒന്ന് പ്ലമ്മിൻ്റെ എന്തോ ഒരു ബോഡി മിസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രൈസ് എനിക്ക് കിട്ടിയത് 169 ആണ്. വളരെ കുറച്ച് രൂപയെ കുറച്ചുള്ളവർ. നെക്സ്റ്റ് പ്രോഡക്റ്റും എൻവൈബയുടെ ആണ്. ഇത് ഞാൻ വളരെ പ്രതീക്ഷയോടെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഫ്ലമിംഗോ ഫേസ്റ്റ 02. പ്രൈസ് MRP വന്നിട്ട് 449. എനിക്ക് 276 കിട്ടി. ഇത്രയും പ്രൈസ് പറഞ്ഞു കുറച്ച്. എന്നാൽ പർപ്പിളിനാണല്ലോ കുറച്ചും. എനിക്ക് ഓഫീസ് ഒന്നും കിട്ടിയില്ലാന്ന് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെയാണ്. അതെനിക്ക് ഇഷ്ടമായി. ക്യൂട്ടാണ്.
പിങ്ക് ആയതുകൊണ്ടല്ല കേട്ടോ ഇത് വാങ്ങിച്ചാൽ. ക്യൂട്ടാണ്. പിന്നെ ഇത് കുഞ്ഞ് സൈസാകുമ്പോൾ നമ്മൾ ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെ ആണ്. ട്രാവൽ ഫ്രണ്ട്ലി എന്നല്ല, എനിക്ക് കുഞ്ഞിങ്ങനെ ക്യൂട്ട് ഐറ്റം കാണുമ്പോഴത്തേക്ക് ഇഷ്ടമാകും. അതിന് പിങ്കുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഇതാണ് ബ്ലഷ്. ഒരു കുട്ടി മിററും ഉണ്ട്. പക്ഷെ ഈ മിററിലെങ്ങനെ ഞാൻ നോക്കിയാൽ കണ്ണു ചെയ്യാണ്ടിരിക്കും. ഒരിക്കലുണ്ടല്ലോ ഇതുപോലെ ഈ ഐബ്രോ ഇത് പ്രോഡക്റ്റ് ഇതുപോലെ ഒരു കുഞ്ഞ് റൗണ്ടിൽ മിററിൽ ഞാനിങ്ങനെ നോക്കി. അപ്പം ഞാനിങ്ങനെ നോക്കി കുഴപ്പമില്ലാണ്ടങ്ങ് വരച്ചു. പക്ഷെ വരച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണു ഭയങ്കര വേദന എടുക്കായിരുന്നു. ഇതിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതൊക്കെ ഇച്ചിരി പാടാണ്. പിന്നെ ഒരു ബ്രോൺസർ ഷെയ്ഡ്, ദെൻ ഒരു ഹൈലൈറ്റർ എനിക്ക് അത്ര സ്യൂട്ടബിൾ ആവത്തില്ല. ചെറിയൊരു ബ്രൗണിഷ് കളറാണ്, വാം അണ്ടർടോണിലാണ് വരുന്നത്. സോ എനിക്ക് ഈ ഹൈലൈറ്റർ ഇടുമ്പോഴത്തേക്കും വാം അണ്ടർടോണിൽ പോയാൽ എടുത്തറിയും ഫേസിൽ. പക്ഷെ ബ്രോൺസറും ബ്ലഷും യൂസ്ഫുൾ ആണ്. മറ്റത് ഞാനല്ലേ ആള്. അപ്പോൾ എന്നാ കണ്ടോ, നല്ല സുഖമല്ലേ ഉപയോഗിക്കും നമുക്ക്. ഇങ്ങനെ തുറക്കുക, ബ്ലഷ് ഇടുക, ബ്രോൺസർ ഇടുക, എവിടെ ഹൈലൈറ്റർ ഇടുക. കണ്ടോ, നല്ല എളുപ്പം. എനിക്ക് ഇഷ്ടമായി പ്രോഡക്റ്റ്. പിന്നെ പെർഫോമൻസ് എനിക്കറിയില്ല കേട്ടോ, നമ്മൾ സെർച്ച് ചെയ്യാം. ഇത് ബ്ലഷ് ഭയങ്കര നല്ല പിഗ്മെന്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ തൊണ്ടയിൽ തവള പിടിച്ചു. പിന്നെ ഇത് ബ്രോൺസർ. അത് നോർമലി എൻ്റെ സ്കിൻ കൊണ്ട് മറ്റുള്ള ബ്രോൺസേഴ്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഇത്ര പിഗ്മെന്റേഷനെ കിട്ടത്തുള്ളൂ. ഹൈലൈറ്റർ കയ്യിൽ വരച്ചപ്പോഴത്തേക്കും വലിയ പ്രശ്നം തോന്നുന്നില്ല. ഇല്ല ഫേസിൽ ടേബിളാവും. അപ്പോൾ സാരമല്ല, നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമായി പിഗ്മെന്റേഷൻ വെച്ചിട്ട്. ബ്ലഷിൻ്റെ പിഗ്മെന്റേഷനിൽ ആ കളർ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു ചുവന്ന ഒരു ഇതൊക്കെ വരുന്നു. സാരമില്ല. വീണ്ടും എൻവേവേ. ഇത് ഫ്രീ കിട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് സൂപ്പർ മാറ്റ് ലിപ്സ്റ്റിക് ആണ്, 195 രൂപയാണ്. ഇതിൻ്റെ ഷെയ്ഡ് 12 ആണ്. ഫ്രീ കിട്ടിയാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ പുതുതായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു തിളക്കവും ഒക്കെ ആയിട്ട്. ഇങ്ങനെ വരച്ച് നോക്കാം. കൊള്ളാം കേട്ടോ. ഒരു പിങ്കിഷ് നൂഡാണ്. എനിക്ക് ഇഷ്ടമായി. ഞാൻ ലിപ്പിൽ വരയ്ക്കുന്നില്ല. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. എഗെയിൻ എൻബേബയുടെ പ്രൊഡക്റ്റാണ്. ഇത് വന്നിട്ട് ഷിമ്മർ ഡ്രോപ്സ് ആണ്, ലിക്വിഡ് ഹൈലൈറ്റർ. 260 രൂപയാണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 02 റസ്റ്റിക് റോസ് ആണ്. വാടോ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് പിന്നെയും ഓക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇത് പിന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷെയ്ഡ് തന്നെ. ഒരു പിങ്ക് അണ്ടർടോൺ ഉണ്ട്. ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാൻ നിൽക്കത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പം ഞാൻ അത് സെപ്പറേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. ആക്ച്വലി ഞാൻ പർപ്പിൾ ഹോൾ വാങ്ങിക്കാൻ ഇപ്പം ഉദ്ദേശിച്ചത് കാരണം ആ മറ്റേ ഹെന്നയാണ്. പക്ഷേ ആ കാർഡിൻ്റെ അകത്ത് എത്രയോ മാസങ്ങളായിട്ട് സ്ഥാനം പിടിച്ച ഒരാളാണ് ഇത്. ഞാൻ തുറന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞു. ഞാനിത് വെപ്രാളം കൊണ്ട് നേരത്തെ തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇതാണ് പാക്കേജിങ്. ഒക്കെ രസമുണ്ട്, വലിയ ഭംഗിയില്ല, ബാക്കിയൊക്കെ. പീക്കോ കളർ പോലെ ഇത് ഭയങ്കര ഇഷ്ടമായി. പീക്കോ കളറല്ല, ഒരു പീക്കോക്കിൻ്റെ ഫെദറിൻ്റെ ഒക്കെ പോലത്തെ കളർ. എനിക്കിഷ്ടമായി. ഒടിഞ്ഞു പോയി. നോറ്റ് വാങ്ങിച്ചതായിരുന്നു. അത് ഒടിഞ്ഞു. ഞാൻ സൂക്ഷിച്ചു ഉപയോഗിക്കും. കണ്ടോ നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റുന്നില്ലായിരിക്കും. പ്രോമിനൻ്റ് ആയിട്ട് കാണുന്ന കളറ് കൂടാണ്ട് ഇതിൻ്റെ അകത്ത് വേറെ കളറുണ്ട്. പക്ഷെ എന്താ നേരെ കാണുന്നില്ല ക്യാമറയിൽ. നമുക്ക് നേരിട്ട് കാണാൻ വേണ്ട കേട്ടോ. ഒരു വയലറ്റ്, ഗ്രീൻ, ബ്ലൂ, ഈ 3 കളറും ചേർന്ന് പോലത്തെ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഞാൻ ആണെങ്കിൽ സെപ്പറേറ്റ് മേക്കപ്പ് വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കാം. ഷോർട്സ് എന്തെങ്കിലും ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ പ്രൈസ് വന്നിട്ട് 194 ആണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 299 കേട്ടോ.
നെക്സ്റ്റ് ഫിറ്റ്മിയുടെ ഒരു പ്രൈമറാണ്. ഡി സ്മൂത്ത് നോർമൽ ടു ഡ്രൈ സ്കിൻ പറ്റിയിട്ടുള്ള പ്രൈമറാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നതിന് കാരണം എനിക്ക് മാറ്റ് ഫിനിഷ് അത്ര ഇൻട്രസ്റ്റ് ഇല്ല പൊതുവേ. ഇത് ഓയിലി സ്കിന്നാണ്, പക്ഷെ മെച്ചുവേർഡ് ആയിട്ടുള്ള സ്കിന്നാണ്, പ്രായമൊക്കെ ആയതുകൊണ്ട്. മീൻസ് അമ്മൂമ്മയായെന്നല്ല, എങ്കിലും നമ്മുടെ ഒരു യങ് സ്കിന്നിന് ഒരു മാറ്റ് ഫിനിഷ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഒന്ന് മെച്ചുവേർഡ് ആയിട്ടുള്ള സ്കിന്നിൽ മാറ്റ് ഫിനിഷ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു യങ് ലുക്കില്ല, അതങ്ങ് പോയിട്ട് ഭയങ്കര ഓവർ മെച്ചുവേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. സോ എനിക്ക് ആ ഒരു മാറ്റ് ലുക്ക് ഇഷ്ടമല്ല. എനിക്കെന്തോ മാറ്റ് ലുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. വൈറ്റ് കളറാണ്. നല്ല സ്മൂത്ത് ആക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട്. എനിക്കിഷ്ടമായി കേട്ടോ. കയ്യിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്തപ്പോൾ ഉള്ള എഫക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. ഫേസിൽ ട്രൈ ചെയ്യാൻ കൊതിയാവുന്നു. ഇതിൻ്റെ MRP വന്നിട്ട് 619 ആന പൈസയ്ക്കൊന്നുമല്ല വാങ്ങിച്ചത്. എനിക്ക് കിട്ടിയ പ്രൈസ് 433 രൂപയാണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് മാമ എർത്തിന്റെ ഡീപ് നറിഷിംഗ് ബോഡി വാഷ് ഫോർ ബേബീസ് ആണ്. ടിയർ ഫ്രീ വിത്ത് കോക്കനട്ട് ബേസ്ഡ് ക്ലെൻസസ് ആണ്. സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്, pH ബാലൻസ്ഡ്, 0 to 5 ഇയേഴ്സിനുള്ള ചൈൽഡിനാണ്, ഇൻഫൻസിനാണ്. 125 രൂപയാണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 113 രൂപയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് അത് കൊച്ചിനെടുക്കാന്ന് വിചാരിക്കും. ഈ കൊച്ചിനാണ് കേട്ടോ. അതുണ്ടല്ലോ, ചില സമയത്ത് എനിക്ക് ബോഡിയിലെ സ്കിന്നൊക്കെ ഒന്ന് ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ബേബി വാഷ് പ്രിഫർ ചെയ്യലുണ്ട്, അല്ലെങ്കിൽ ഡവിൻ്റെ സോപ്പൊക്കെ പ്രിഫർ ചെയ്യലുണ്ട്. ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഇതെനിക്ക് കിട്ടിയ പ്രൈസ് 158, MRP 249 രൂപയാണ്. ഇത് കാർമൈസിയുടെ നാച്ചുറൽ ഡിയോഡറന്റ് റോൾ ഓൺ ആണ്. ഇതിനകത്ത് 95% നാച്ചുറൽസും പിന്നെ 5% എസൻഷ്യൽ ഇൻഗ്രീഡിയൻസും ആണുള്ളത്. നോ ആൽക്കഹോൾ, നോ അലുമിനിയം, നോ ട്രൈക്ലോസൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ടിരുന്ന് വായിക്കുന്ന വേറെ ഒന്നുമില്ല, ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റാണ് കേട്ടോ. എന്നാലും മണത്തിട്ട് എനിക്ക് ഇതിന്റെ സ്മെൽ ഇഷ്ടമായി. എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നുള്ളതോ എത്ര നമ്മുടെ ഇത് ഓർഡറിനെ കൺട്രോൾ ചെയ്യുന്നുള്ള കാര്യമൊക്കെ ട്രൈ ചെയ്തിട്ട് റിവ്യൂ തരുന്നതായിരിക്കും. കാരണം ഇത് ഞാൻ ഉടനെ ട്രൈ ചെയ്യും. പർപ്പിൾ ഹോൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റ് ചെയ്യാന്നൊക്കെ പറയുമെങ്കിൽ ആരും കമൻറ്റ് ചെയ്യാറില്ല, അതെനിക്കറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.